ഒരു 2 മാസം മുമ്പ് നമ്മുടെ കൂടെ കൂടിയ 2 സുഹൃത്തുക്കളാണ് ദേ ഇവന്മാർ രണ്ടുപേരും. ഇവന്മാർക്ക് രണ്ടുപേർക്കും ഇന്ന് ഫുഡ് കൊടുക്കലാണ് നമ്മുടെ പരിപാടി. എല്ലാ മാസവും ഇതുപോലെ എടുത്തു വെച്ച് ഇവന്മാർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് നല്ല ഷാർപ്പായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് വെച്ച് ഇതുപോലെ നന്നായിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കും. അതിനുശേഷം ദേ ഈ കാണുന്ന പ്ലാന്റ് ഫുഡ് ഒഴിച്ചു കൊടുക്കും. ഇവിടെ ആയതുകൊണ്ട് ഇതിന് പ്ലാന്റ് ഫുഡ് എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിലാണ് വളർന്ന് പറയും. ഈ കാണുന്ന അടപ്പിന് ഒരു 1/2 കപ്പ് പ്ലാന്റ് ഫുഡ് എടുത്ത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ സമ്മറും വിൻ്ററും ആവുന്നതിനനുസരിച്ച് ഞാൻ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. 2 മാസമായപ്പോഴത്തേക്കും നമ്മുടെ ഓർക്കിഡയിൽ ഇഷ്ടം പോലെ പുതിയ പുതിയ മൊട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഷ്ടം പോലെ പുതിയ റൂട്ട്സും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഓർക്കിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സംരക്ഷിക്കാൻ കുറച്ച് എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് പ്ലാന്റ് ഫുഡും ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഓർക്കിഡിനെ എടുത്ത് അതിൻ്റെ അകത്തേക്ക് കാര്യം കഴിഞ്ഞു. ഇവിടെ ഓർക്കിഡിന് കൊടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പ്ലാന്റ് ഫുഡ് കിട്ടും, ഓർക്കിഡ് പ്ലാന്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് നമ്മുടെ അലോവേരേനെയും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അലോവേരയ്ക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ആദ്യം കാണിച്ച സെയിം പ്ലാന്റ് ഫുഡ് തന്നെയാണ് കേട്ടോ. ഇനി ഇവന്മാരെയെല്ലാം നമുക്ക് ഇരുന്നിടത്ത് തന്നെ ഒന്ന് കൊണ്ടുവെക്കാം. അങ്ങനെ മണി പ്ലാന്റിനെയും നമ്മുടെ ഓർക്കിഡിനെയും എല്ലാം അവന്മാർ ഇരുന്നിടത്ത് തന്നെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് പോയി നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കാരണം ഇവിടെയൊക്കെ നന്നായിട്ട് വൃത്തികേടായിട്ടുണ്ട്. ഇതുപോലെയാണോ പ്ലാന്റിനെയൊക്കെ സംരക്ഷിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഇതുപോലെയാണ്. എന്നിട്ട് ഇതുവരെ എൻ്റെ പ്ലാന്റ്സിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.